ഇപ്പം മലയാളത്തിലെ ഏറ്റവും വലിയ ഷോയാണ് ബിഗ് ബോസ്. കറക്റ്റ്. അങ്ങനെ ഒരു ഷോയിൽ പോകാൻ താല്പര്യമില്ലേ? തീർച്ചയായിട്ടും താല്പര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ബിഗ് ബോസ് കാണാറുണ്ട്, ആക്ച്വലി ഹിന്ദിയിലൊക്കെ കണ്ടിട്ടുണ്ട്. മോർ ദൻ ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മളൊരു റിയൽ ആയിട്ട് നിൽക്കാൻ എനിക്കൊരു ഐ ഫീൽ ഐ ഷുഡ് ബി റിയൽ ആൻഡ് സ്റ്റേ അറ്റ് വൺ പ്ലേസ്. ചില ആൾക്കാർ വന്ന് പറയും ഇവിടെ ഇത് TRP പോകുന്നുണ്ട്, ഇത് പോകുന്നുണ്ട്, കൊച്ചും കൊണ്ട് ഡ്രാമ. അപ്പോൾ ഞാൻ ആ സമയത്ത് എനിക്കത് എഫക്റ്റ് ആവില്ല. ഞാൻ എങ്ങനെയാണ് ഞാൻ അങ്ങനെ റിയൽ ആയിട്ട് നിൽക്കും. സോ ഐ ഫീൽ ഐ വുഡ് ലവ് ടു ഗോ ഇൻ എ ഷോ ലൈക്ക് ദാറ്റ്. നമ്മുടെ ഈ ഏറ്റവും ക്രിസ്പ് മൂമെൻറ്റിൽ ലൈഫിൽ അങ്ങനെ ആരും ഉണ്ടാവില്ല. nobody will be there with you in your ups and downs is what I felt at that time. ഞാൻ അണ്ടർ 14 സ്റ്റേറ്റ് കളിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അണ്ടർ 16 കളിച്ചു. ക്യാപ്റ്റനായിട്ട് ഞാൻ ഇന്ത്യക്ക് വേണ്ടി റെപ്രസെൻറ്റ് ചെയ്ത് വർഷം തിരിച്ച് വന്ന് നമ്മൾ സ്ക്വാഡ് പൊസിഷനിൽ ഇങ്ങനെ കീപ്പ് ചെയ്യാൻ പോകുമ്പോൾ ചെയ്ത് അതിൻ്റെ ഒരു റെപ്പിറ്റേഷൻ കാരണം എനിക്ക് ഇവരുടെ ലിഗമെൻറ്റിൽ എന്തൊരു ഇഞ്ചുറി വന്നു. പിന്നെ ഒരു നോൺ റിക്കവറബിൾ ഇതായി ഒരു അവസ്ഥയായി. അത് കഴിഞ്ഞിട്ട് എനിക്ക് കംബാക്ക് ചെയ്യാൻ പറ്റിയില്ല ക്രിക്കറ്റിലോട്ട്. പക്ഷെ എൻ്റെ അമ്മ ഒരിക്കലും അങ്ങനെ ഫീൽ ചെയ്യിപ്പിച്ചില്ല. എന്ത് ചെയ്യാൻ, നമ്മുടെ മോനല്ലേ, എന്തായാലും നാളെ ഇഞ്ചുറി പറ്റിയാലും പുറത്ത് കാണിക്കില്ല. ഈ അമ്മ ഇങ്ങനെ ഈ നമ്മുടെ ക്രിക്കറ്റ് ജേഴ്സി ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോണ്ടല്ലോ, എനിക്ക് അമ്മയുടെ മുഖത്ത് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ലൈക്ക് ആ ഒരു വിഷമം കാണാൻ പറ്റുന്നുണ്ട്. അത് ഭയങ്കര ഒരു സാഡ് ഒരു സാധനമാണ് ആക്ച്വലി. ഇപ്പോൾ ലൈഫിൽ വിളിച്ചാ വിളിപ്പുറത്ത് തന്നെ ഒരാളാരാ? നല്ല ക്ലോസ് ആയിട്ട് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ലൈക്ക് അവരെ ഈ ഇന്റർവ്യൂ ഫ്യൂച്ചറിൽ ആരും കണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നീ വിളിക്കണ്ടേ. ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഇല്ല, ഗേൾ ഫ്രണ്ട് ഇല്ല. എപ്പോ വേണമെങ്കിലും ലോക്ക് ആവാനുള്ളൊരു സെറ്റപ്പിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ലോക്ക് ആവാനോ ലോക്ക് ആവാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറില്ല. പക്ഷേ ഐ തിങ്ക് ശരിക്കും ഡെസ്റ്റിനിൽ ഭയങ്കര ബിലീവ് ചെയ്യാറുണ്ട്. അപ്പോൾ ഡെസ്റ്റിനിൽ പെൺകുട്ടി വന്നാൽ ഓക്കെ.